നിങ്ങൾ യുഎസ് ടാക്സ് ഫയലിംഗിൽ അല്ലെങ്കിൽ ടാക്സ് റെപ്രസെൻറ്റേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ? അല്ലെങ്കിൽ യുഎസ് ഗവൺമെൻറ് ലൈസൻസ് ഉള്ള ഒരു ടാക്സ് പ്രൊഫഷണൽ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് എൻറോൾഡ് ഏജന്റ് അല്ലെങ്കിൽ EA എക്സാം പാസ്സാവാം എന്നാണ്. EA സിലബസ്, കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയി കവർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ഈസ് ദ EA എക്സാം? EA എക്സാം സ്പെഷ്യൽ എൻറോൾഡ് എക്സാമിനേഷൻ എന്നും അറിയപ്പെടുന്നു. ഇത് US ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയ IRS കണ്ടക്ട് ചെയ്യുന്ന ഒരു 3 പാർട്ട് എക്സാം ആണ്. വൺസ് നിങ്ങൾ ഈ 3 പാർട്ടുകളും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IRSന് മുൻപിൽ ടാക്സ് പേയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലൈസൻസ് ടാക്സ് പ്രൊഫഷണൽ ആകാം. ഇനി EA എക്സാം സ്ട്രക്ചർ. EA എക്സാമിന് 3 പാർട്സായി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ പാർട്ടിലും ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ടാക്സേഷൻ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പാർട്ട് 1 ഇൻഡിവിജ്വൽസ്, പാർട്ട് 2 ബിസിനസ്സസ്, പാർട്ട് 3 റെപ്രസെൻറ്റേഷൻ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എക്സാമിന്റെ ഫോർമാറ്റ് നോക്കാം. ഈച്ച് പാർട്ടിലും 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ എക്സാം കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് 3.5 hours ടൈം കിട്ടും. ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. പാർട്ട് 1 ഇൻഡിവിജ്വൽസ്. ഇത് ഇൻഡിവിജ്വൽ ടാക്സേഷനുമായി കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നു. ഗ്രോസ് ഇൻകം മുതൽ ഡിഡക്ഷൻസ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ പാർട്ട് 2 ബിസിനസ്സസ്. ഇതാണ് ഈ ഒരു എക്സാമിലെ ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ചലഞ്ചിങ് പാർട്ട്. ഇതിൽ കോർപ്പറേറ്റ് ടാക്സേഷൻ, പാർട്ട്ണർഷിപ്പ് ടാക്സേഷൻ, സ്മോൾ ബിസിനസ് ടാക്സേഷൻ എന്നിവയൊക്കെ കവർ ചെയ്യുന്നു. ദെൻ പാർട്ട് 3 റെപ്രസെൻറ്റേഷൻ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇത് IRS റൂൾസിനെ കുറിച്ചുള്ള ഒരു ടെസ്റ്റാണ്. ടാക്സ് പേയേഴ്സ് റൈറ്റ്സ്, IRS പ്രൊസീജിയർ, ഓഡിറ്റ്സ് ആൻഡ് അപ്പീൽസ്, പിന്നെ എൻറോൾഡ് ഏജൻറ്റ്സ് എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നിവയെക്കുറിച്ചുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ക്വസ്റ്റ്യൻ പാറ്റേൺ ആൻഡ് ടൈപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 3 കാറ്റഗറിയിലായി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ടാക്സ് ലോസ്, ഫോംസ്, ഫയലിംഗ് റൂൾസ് എന്നിവയെക്കുറിച്ചുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡ് സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കൊരു ടാക്സ് സെനാരിയോ തരും, അതിനെ ബേസ് ചെയ്ത് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. ഇത് വെറും ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവല്ല, നോളജ് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി ആയിരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. ഇത് എക്സാമിൽ സ്കാറ്റേർഡ് ചെയ്ത് കിടക്കും. ഇത് ഈസിയായി തോന്നാമെങ്കിലും IRS റൂൾസിനെ കുറിച്ച് ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രിക്കി ആകാം. ഓക്കെ, അപ്പോൾ എക്സാമിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ഇനി ഹൗ ഡു വി ക്രാക്ക് ഇറ്റ്? ടിപ്സ് ടു ക്രാക്ക് ദ EA എക്സാം. ഫസ്റ്റ്, കൺസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ. ദിവസവും ഒരു ഫിക്സഡ് ടൈം പീരിയഡ്സ് പ്രിപ്പറേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. EA എക്സാം ഇയർ റൗണ്ട് ഓപ്പൺ ആയതുകൊണ്ട് റെഡി ആണെന്ന് തോന്നുമ്പോൾ എടുക്കാം. ബട്ട് ഡോണ്ട് ഡ്രാഗ് ഇറ്റ് ഔട്ട് ഫോർ ടു ലോങ്. സെക്കൻഡ്, പ്രാക്ടീസ് വിത്ത് മോക്ക് ടെസ്റ്റ്. മോക്ക് എക്സാംസ് ആണ് ക്വസ്റ്റ്യൻ പാറ്റേണുമായി ഫെമിലറൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ. ഫുൾ ലെങ്ത് മോക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ടൈം സെറ്റ് ചെയ്യുക. ഇത് ടൈം മാനേജ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ആക്ച്വൽ എക്സാമിൻ്റെ ഒരു ഫീൽ കിട്ടാനും സഹായിക്കും. തേർഡ്, ഫോക്കസ് ഓൺ പാർട്ട് 2 ബിസിനസ്സസ്. ഇത് ടഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. വേരിയസ് ബിസിനസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ടാക്സേഷൻ റൂൾസ് ട്രൂലി സ്റ്റഡി ചെയ്യുക. ഫോർത്ത്, റിവ്യൂ ടാക്സ് ഫോംസ്. കോമൺ ആയിട്ടുള്ള IRS ഫോംസിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഡിഫറെൻറ്റ് സിനാരിയോസിനെ ബേസ് ചെയ്ത് ഫയലിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഫിഫ്ത്ത്, സ്റ്റേ അപ്ഡേറ്റഡ്. ടാക്സ് ലോസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ EA എക്സാം. ഇനിയും ഈ ഒരു EA കോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക.